രാജ്യത്തിന്റെ പട്ടിണി മാറ്റാൻ ജീവിതം സമർപ്പിച്ച കർഷകർ ഏതാണ്ട് 3 വർഷമായി ദേശീയ തലത്തിൽ സമരത്തിലാണ്. കേന്ദ്ര സർക്കാരാകട്ടെ അടിച്ചമർത്തിയും കപട വാഗ്ദാനങ്ങൾ നൽകിയും കർഷക സമരത്തെ തകർക്കാൻ നിരന്തര ശ്രമത്തിലുമാണ്. എന്നാൽ മണ്ണിൽ പണിയെടുക്കുന്ന മനുഷ്യരുടെ പോരാട്ടവീര്യം കെട്ടടങ്ങുന്നില്ല. തുടർ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ഭാരതീയ കിസാൻ പരിഷത്തിന്റെ നേതൃത്വത്തിൽ പാർലമെന്റ് മാർച്ച് ആരംഭിച്ചിരിക്കുകയാണ്. അതിനിടയിലാണ് സുപ്രീം കോടതി നിയോഗിച്ച സമിതിയിലുള്ള ഇടക്കാല റിപ്പോർട്ട് മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നത്. രാജ്യത്തെ കർഷകരുടെ പ്രതിദിന വരുമാനം കേവലം 27 രൂപയാണെന്നും കടത്തിന്റെ നിലയില്ലാ കയത്തിലേക്ക് ആണ്ടുപോകുന്ന കർഷകർ ആത്മഹത്യ ചെയ്യുന്നത് വർദ്ധിക്കുന്നതായും സമിതി ചൂണ്ടിക്കാട്ടുന്നു. രാജ്യത്തെ കർഷകരുടെ ദൈന്യതയും കടഭാരവും സംബന്ധിച്ച റിപ്പോർട്ട് കഴിഞ്ഞ മാസം 21-നാണ് സുപ്രീം കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചത്. കാർഷിക വായ്പ എഴുതിത്തള്ളുക, കാർഷികോൽപ്പന്നങ്ങൾക്ക് താങ്ങുവില പ്രഖ്യാപിക്കുക തുടങ്ങിയ സുപ്രധാന നിർദ്ദേശങ്ങളും പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതി മുൻ ജഡ്ജി നവാബ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള സമിതി ശുപാർശ ചെയ്യുന്നുണ്ട്. വിഷയം സംബന്ധിച്ച മറ്റൊരു സുപ്രധാന നിരീക്ഷണവും ഇന്നലെ പരമോന്നത നീതിപീഠത്തിൽ നിന്നുണ്ടായി. കർഷകർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് കോടതി വ്യക്തമാക്കിയത്. മരണം വരെ നിരാഹാര സമരം തുടങ്ങിയ പഞ്ചാബിലെ കർഷക നേതാവ് ജഗ്ജിത് സിംഗ് ദല്ലേവാളിനെ അനധികൃതമായി തടങ്കലിൽ വെച്ചത് ചോദ്യം ചെയ്തുള്ള ഹർജി തീർപ്പാക്കിക്കൊണ്ടായിരുന്നു സുപ്രീം കോടതിയുടെ പരാമർശം. രാജ്യത്ത് 1 ഹെക്ടറിൽ താഴെ മാത്രം കൃഷിഭൂമിയുള്ള നാമമാത്ര കർഷകരാണ് കൂടുതൽ. നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം എന്നിവയുടെ കണക്കനുസരിച്ച് 2 ഹെക്ടറിൽ താഴെ ഭൂമിയുള്ള കാർഷിക കുടുംബങ്ങളാണ് 89.4%. ഇതിൽ 65.4% നാമമാത്ര കർഷകരും. അവരുടെ ആകെ കൈവശ ഭൂമി കൃഷിയോഗ്യമായ മൊത്തം ഭൂമിയുടെ 24% മാത്രമാണ്. അതായത് നാമമാത്ര കർഷകരുടെ ആളോഹരി ഭൂമി ശരാശരി 0.38 ഹെക്ടർ മാത്രം. കഴിഞ്ഞ 40 വർഷമായി ഈ നില ഏതാണ്ട് സമാനമായി തുടരുന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ കാർഷിക മേഖല രാജ്യത്തുടനീളം ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഉപജീവനമാർഗം നൽകുന്നുണ്ട്. കുറഞ്ഞ വരുമാനം, വിലയിലെ ഏറ്റക്കുറച്ചിലുകൾ, മോശം അടിസ്ഥാന സൗകര്യങ്ങൾ, കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി വെല്ലുവിളികൾ കർഷകർ അഭിമുഖീകരിക്കുന്നു. കർഷക സമൂഹത്തെ ഉന്നമിപ്പിക്കുന്നതിനും അവരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിനും നയപരമായും താഴെത്തട്ടിലുമുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. എന്നാൽ രാജ്യത്തിന്റെ ഭരണാധികാരികൾ കർഷകരെ അവഗണിക്കുക മാത്രമല്ല, കൃഷിഭൂമി കുത്തകകൾക്ക് പതിച്ചു നൽകാനുള്ള നീക്കമാണ് കഴിഞ്ഞ 10 വർഷമായി നടത്തിവരുന്നത്. അതിനായി തയ്യാറാക്കിയ 3 കരിനിയമങ്ങൾ കർഷകരുടെ അതിശക്തമായ സമരത്തെ തുടർന്നാണ് മോഡി ഭരണകൂടത്തിന് പിൻവലിക്കേണ്ടി വന്നത്. കർഷകരുടെ അവസ്ഥ മെച്ചപ്പെടുത്തുന്നതിന് മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ, സാമ്പത്തിക സഹായം, ആധുനിക സാങ്കേതിക വിദ്യയുടെ വിദ്യാഭ്യാസം, സുസ്ഥിര കൃഷിരീതികൾ എന്നിവ ഉൾപ്പെടുന്ന ബഹുമുഖ സമീപനമാണ് ആവശ്യം. അതിനുള്ള പദ്ധതി ഭരണാധികാരികളിൽ നിന്നുണ്ടായാൽ കർഷകർക്ക് മികച്ച വരുമാനം മാത്രമല്ല, കാലാവസ്ഥാ വ്യതിയാനവും വിപണി വെല്ലുവിളികളും നേരിടുന്നതിന് കൂടുതൽ പ്രതിരോധശേഷിയുള്ള സംവിധാനങ്ങളും ഉറപ്പാകും. ശരിയായ നയങ്ങളും ഉപകരണങ്ങളും പിന്തുണാ സംവിധാനങ്ങളും ഉണ്ടെങ്കിൽ വെല്ലുവിളികളെ തരണം ചെയ്യാനും വരും തലമുറകൾക്കുൾപ്പെടെ ഉപജീവനം സുരക്ഷിതമാക്കാനും കഴിയും. നിലവിൽ കർഷകർ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യങ്ങൾ: സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശകൾ നടപ്പാക്കുക, കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും പെൻഷൻ, കാർഷിക കടം എഴുതിത്തള്ളൽ, 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമം പുനഃസ്ഥാപിക്കൽ, മുൻ സമരത്തിൽ മരിച്ച കർഷകരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം എന്നിവയാണ്. ഇവിടെയാണ് സുപ്രീം കോടതിയിൽ സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ട് പ്രസക്തമാകുന്നത്. കാർഷിക വായ്പ എഴുതിത്തള്ളുക, താങ്ങുവിലയ്ക്ക് നിയമപരിരക്ഷ ഉറപ്പുവരുത്തുക എന്നിവയാണ് അടിയന്തര പരിഹാരമായി സമിതി മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ. കർഷകർ വർഷങ്ങളായി ഉന്നയിക്കുന്ന ഈ വിഷയങ്ങളിൽ മോഡി സർക്കാർ മൗനം തുടരുമ്പോഴാണ് വിദഗ്ധ സമിതിയുടെ കർഷകാനുകൂല റിപ്പോർട്ട്. ഇനിയെങ്കിലും ഭരണകൂടം കണ്ണു തുറക്കുമെന്ന് അവരുടെ നാളിതുവരെയുള്ള പ്രവർത്തനം മുൻനിർത്തി പ്രതീക്ഷിക്കാനാകില്ല. പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് നീതിപീഠം ഇടപെട്ടാലേ കർഷകരുടെ കണ്ണുനീരിന് ശമനമുണ്ടാകൂ.